ഒരു വാർത്തയിലേക്ക്. ശബരിമലയിലെ പടിപൂജ ബുക്കിംഗിലും ക്രമക്കേട്. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ കടുത്ത നടപടി സ്വീകരിച്ച ഹൈക്കോടതി പടിപൂജ ബുക്കിംഗിന്റെ എല്ലാ രേഖകളും പിടിച്ചെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു. ചീഫ് വിജിലൻസ് ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പടിപൂജ ബുക്ക് ചെയ്ത് വ്യാജ മേൽവിലാസങ്ങളെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, വലിയ ക്രമക്കേടാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നത്. ഇപ്പോൾ പൂജയുമായി ബന്ധപ്പെട്ടും ക്രമക്കേട് നടന്നു എന്ന് പറയുമ്പോൾ കോടതിക്ക് വടിയെടുക്കാതെ നിവൃത്തിയില്ല. രഞ്ജിത്ത്, ശരിക്കും 18ാം പടിയിൽ പുഷ്പാഭിഷേകത്തിന് ശേഷം പൂജ ചെയ്യുന്നതാണ് ഈ പടിപൂജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിക്കും പൂക്കളും പട്ടുമൊക്കെ ഉപയോഗിച്ചിട്ട് ദീപാരാധന കഴിഞ്ഞ ശേഷം മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ തന്ത്രിയുടെ നേതൃത്വത്തിലാണ് പടിപൂജ ചെയ്യേണ്ടത്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ പടിയിലും ദീപം തെളിയിക്കുകയും തന്ത്രിയുടെ ആരതിയോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. എല്ലാ മാസവും മാസപൂജയുടെ ഭാഗമായിട്ട് 5 പടിപൂജ നടത്തുന്നുണ്ട്. നിലവിൽ 2045 വരെ പടിപൂജയുടെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത്. അതേസമയം ബുക്കിംഗിന്റെ ഇതിൽ വ്യാജ അഡ്രസ്സുകളിലാണ് പടിപൂജകൾ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സ്വമേധയാ കോടതി ഹർജി സ്വീകരിച്ചിട്ടുണ്ട്. പടിപൂജ ബുക്കിംഗിന്റെ എല്ലാ രേഖകളും പിടിച്ചെടുക്കാനാണ് നിർദ്ദേശം. രേഖകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. ചീഫ് വിജിലൻസ് ഓഫീസർക്ക് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പടിപൂജ ബുക്ക് ചെയ്ത് വ്യാജ മേൽവിലാസങ്ങളിലാണെന്നാണ് കണ്ടെത്തൽ. അതുപോലെ ക്രമക്കേട് കണ്ടെത്തിയത് ചീഫ് വിജിലൻസ് ഓഫീസറുടെ അന്വേഷണത്തിൽ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ബുക്കിംഗ് മറിച്ച് വിൽക്കുന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. പടിപൂജ ബുക്ക് ചെയ്ത ശേഷം ബുക്കിംഗ് മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ബുക്കിംഗ് മറ്റൊരാൾക്ക് കൈമാറുന്നത് നിയമവിരുദ്ധമാണ്. അതുപോലെ പകരം അതായത് വേറൊരാളുടെ അഡ്രസ്സിൽ പടിപൂജ അനുവദിക്കില്ലെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ വിശ്വാസ്യതയിൽ തന്നെ ആശങ്കയുണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് കൃത്യമായ സംവിധാനം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇത് പടിപൂജയ്ക്ക് വേണ്ടിയുള്ള സംവിധാനമുണ്ട്, അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അടുത്ത 1 വർഷത്തെ പടിപൂജയുടെ ബുക്കിംഗ് പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുദ്രവെച്ച കവറിൽ ഇതുവരെയുള്ള ബുക്കിംഗിന്റെ ഡീറ്റെയിൽസ് കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.